പ്രസ് സ്റ്റോപ്പിൽ നിന്ന് സുജിത് ചന്ദ്രനാണ് എത്തുന്നത്. ഗുഡ് മോർണിംഗ് സുജിത്ത്, എന്തെല്ലാമാണ് ഇന്നത്തെ പത്രവാർത്തകൾ? ഗുഡ് മോർണിംഗ് ഹർഷൻ. ഇന്നലെ പത്രം അടിക്കുന്നതിന് മുമ്പ് സലീംകുമാറിൻ്റെ വിയോഗം സംഭവിച്ചിരുന്നല്ലോ. അതുകൊണ്ട് ഇന്നലത്തെ പകലത്തെ മുഴുവൻ വാർത്തയും സമയവും കിട്ടി സലീംകുമാറിനെക്കുറിച്ച് വിശദമായ ഫീച്ചറുകളും വാർത്തകളും ഒക്കെ തയ്യാറാക്കാൻ എല്ലാ പത്രങ്ങളുടെയും മുഖലേഖനം ഇന്ന് സലീംകുമാറിനെക്കുറിച്ചാണ്. ഒപ്പം ഈ പൗരത്വ പരിശോധനയൊക്കെ സംബന്ധിച്ചും അതുപോലെ LPG വില വർധനയൊക്കെ സംബന്ധിച്ചും വിവിധ പത്രങ്ങൾ എങ്ങനെയാണ് ആ വാർത്തയെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് കൗതുകം. മലയാള മനോരമയിൽ ഇനി ഓർമ്മയിലെ ചിരിനാളം എന്ന് പ്രധാന വാർത്തയായി തന്നെ നൽകിയിരിക്കുകയാണ്. ഒന്നാമത്തെ വാർത്തയ്ക്കും മീതെ ഏറ്റവും പ്രാധാന്യമുള്ള, അതായത് വാർത്താ പ്രാധാന്യമുള്ള വാർത്ത എന്ന് നമ്മൾ കരുതുന്ന തരം വാർത്തകൾക്കും മുമ്പേ ഇന്നലെ വന്ന നടൻ്റെ വിയോഗ വാർത്ത വലുതായി വിരിച്ചിരുന്നു. നടൻ സലീംകുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട്. പറവൂർ ടൗൺ ഹാളിൽ ദർശനത്തിന് വെച്ച സലീംകുമാറിൻ്റെ ശരീരത്തിന് സമീപം കുടുംബം ദുഃഖാർത്തരായിരിക്കുന്ന ചിത്രം. ഉള്ളിലേക്കും അത്തരത്തിൽ ധാരാളം എല്ലാ പത്രങ്ങളുടെയും ഉള്ളിലൊക്കെ നിറയെ സലീംകുമാർ വാർത്തകൾ, സലീംകുമാറിൻ്റെ ചിരി ഓർമ്മകളാണിന്ന്. മനോരമയുടെ മുൻപേജിൽ രണ്ടാമത്തെ പ്രധാന വാർത്ത പൗരത്വ പരിശോധന എന്നൊരു ചോദ്യം, ക്വസ്റ്റ്യൻ മാർക്കാണ്. SIR സംശയ പട്ടികയിൽ അന്വേഷണം. അതായത് SIR ഒരർത്ഥത്തിൽ പൗരത്വ പരിശോധന തന്നെയാണ് എന്ന് പ്രതിപക്ഷ കക്ഷികളൊക്കെ ആദ്യം മുതലേ ഉയർത്തിയ ആ ആശങ്കയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന തരത്തിലാണ് ആ വാർത്ത. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനിടെ വിദേശ പൗരരെന്ന് സംരക്ഷിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വരുന്നു. ഇവരുടെ പേരുവിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറാൻ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ജില്ലാ ഭരണകൂടം, സംസ്ഥാന പോലീസ് എന്നിവ വഴിയാണ് വിവരങ്ങൾ ശേഖരിക്കുക. അതായത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ഇത് നടന്നത്. നമുക്കറിയാം, ആ വാർത്ത ഏതാണ്ട് 2 ആഴ്ച മുമ്പ് വന്നപ്പോൾ വലിയ വാർത്തയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ വിവരങ്ങൾ നൽകണം. പൗരത്വത്തിനുള്ള അർഹത തന്നെയാണ് ഈ SIR സംശയ പട്ടികയിൽ നിന്ന്, അതിൽ പൗരത്വമുണ്ടോ എന്ന് സംശയിക്കുന്നവരായിട്ടുള്ള കുറച്ച് പേരെ, അതായത് ഫോം തിരികെ നൽകാത്തവർ, സ്ഥിരതാമസം മാറിയവർ, മരിച്ചവർ, 2 ഇടത്ത് വോട്ടുള്ളവർ, പ്രായത്തിലും മറ്റും പൊരുത്തക്കേടുള്ളവർ, ഇവരെയൊക്കെയാണ് ഒഴിവാക്കിയത്. ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളെ, ബംഗാളിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് 27 ലക്ഷം ആളുകളെയൊക്കെ ഒഴിവാക്കിയതായി വാർത്തയുണ്ടായിരുന്നു. അതിൽ പൗരത്വം സംശയിക്കുന്നവരുടെ പ്രത്യേക പട്ടിക വീണ്ടും പരിശോധിക്കുന്നത് മനോരമ ഒന്നാമത്തെ തലക്കെട്ടാക്കി നൽകുന്നു. ഈ സലീംകുമാർ വാർത്തയ്ക്ക് തൊട്ടു താഴെ ചിതയെടുത്തു ചിരി എന്ന് പറഞ്ഞിട്ടാണ് ഉൾപേജിൽ മനോരമ വലിയ വാർത്ത നൽകിയിരിക്കുന്നത്. ആ പേജ് നിറയെ, അതായത് 8-9 പേജുകൾ നിറയെ സലീംകുമാർ വിശേഷങ്ങളാണ്. കാലം കവരാത്ത നിറച്ചിരിക്കാലം എന്ന് മുഖലേഖനം എഴുതിയിട്ടുണ്ട്. ഉണ്ണിയാറിൻ്റെ അനുഭവങ്ങൾ, അങ്ങനെ ധാരാളം വാർത്തകൾ. പെർഫെക്റ്റ് ക്യാരക്ടർ രമേഷ് പിഷാരടി എഴുതുന്നു. അങ്ങനെ ലാൽ ജോസിൻ്റെ ഓർമ്മകൾ, അങ്ങനെ പത്രം നിറയെ സലീംകുമാറാണെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ പത്രങ്ങളും. ഹിറ്റ്ലർ പ്രചോദനമെന്ന് രേവന്ത് റെഡ്ഡി എന്നുള്ള മറ്റൊരു വാർത്ത, പ്രത്യേകിച്ചും VD സതീശൻ്റെ ഹിറ്റ്ലർ ഓർമ്മ കഴിഞ്ഞ ദിവസം നിയമസഭയിലുണ്ടായതൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. കയ്യേറ്റം ഒഴിപ്പിക്കുന്ന പദ്ധതിക്ക് ഏകാധിപതിയായ ഹിറ്റ്ലറിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടെന്ന് സൂചിപ്പിച്ച തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പ്രസ്താവന വിവാദമായി. കായലുകളും തണ്ണീർത്തടങ്ങളും കയ്യേറുന്നവരെ ഒഴിപ്പിക്കാനാണ് തെലങ്കാന സർക്കാർ ഹൈഡ്ര എന്ന പേരിൽ 2024 ജൂലൈയിൽ ഒരു പദ്ധതി ഉണ്ടാക്കി. ഒരു ദൗത്യസേനയൊക്കെ ഉണ്ടാക്കി. ഈ ഹിറ്റ്ലർക്ക് പ്രിയപ്പെട്ട സംഘടനയായിരുന്നു ഹൈഡ്ര. ഹൈഡ്രയിൽ നിന്നാണ് താൻ ഈ പേരിലേക്ക് പ്രചോദനം ഉൾക്കൊണ്ടത് എന്ന് രേവന്ത് റെഡ്ഡി പറയുന്നത് വലിയ വാർത്തയാണ്, വലിയ വിവാദമാണ്. അത് മനോരമ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. മാതൃഭൂമിയിൽ അടുക്കള പൊള്ളും എന്നാണ് ഒന്നാമത്തെ വാർത്ത. അതായത് ഗാർഹിക പാചകവാതക വില 29 രൂപ കൂട്ടിയതിനെക്കുറിച്ചാണ്. കൊച്ചിയിൽ വില ഇപ്പോൾ 949 രൂപയാണ് ഒരു സിലിണ്ടറിന്. 3 മാസം കൊണ്ട് കൂട്ടിയത് 89 രൂപയാണ്. സർക്കാരിന് ലാഭക്കൊതിയോ എന്ന് ചോദിക്കുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ. അത് പ്രാധാന്യത്തോടെ തന്നെ ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിരിക്കുന്നു. സുരേഷ് ഗോപി സാർ പറഞ്ഞത് നേരാ, ഏറുപടക്കമല്ല, ദീർഘദൂര ബങ്കർ ബസ്റ്റർ എന്ന കാകദൃഷ്ടി എന്ന പോക്കറ്റ് കാർട്ടൂൺ അതിനൊപ്പം തന്നെ, ആ വാർത്തയ്ക്കൊപ്പം തന്നെ ചേർത്ത് വച്ചിരിക്കുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയിട്ട് 100 നാളായിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു മാതൃഭൂമി. പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കുകയും ലോകത്തെ ഇന്ധന പ്രതിസന്ധിയിലേക്കും വിലക്കയറ്റത്തിലേക്കും തള്ളിവിടുകയും ചെയ്ത US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് ദിവസം 100 ആയിരിക്കുന്നു എന്നുള്ളതാണ് അതിനൊപ്പമുള്ള വാർത്ത. 7-ാം പേജിൽ കൗതുകകരമായ മറ്റൊരു വാർത്തയുണ്ട്. കൗതുകരം മാത്രമല്ല, സാമൂഹിക പ്രാധാന്യവും രാഷ്ട്രീയ പ്രാധാന്യവും ഒക്കെയുള്ള വാർത്ത തന്നെയാണത്. അതായത് ഇന്ത്യയിൽ പ്രത്യുത്പാദന നിരക്കിൽ റെക്കോർഡ് ഇടിവുണ്ടായിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ ആകെ പ്രത്യുത്പാദന നിരക്കിൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് TFR എന്നാണ് അതിന് പറയുക.
റെക്കോർഡ് ഇടിവ്. ദേശീയ തലത്തിലെ പ്രത്യുത്പാദന നിരക്ക് ഒരു സ്ത്രീക്ക് 2.1 എന്ന മാനദണ്ഡത്തിൽ നിന്ന് താണ് 1.9 വിവിധ പത്രങ്ങൾ ഈ വാർത്തയെ പലതരത്തിൽ സമീപിക്കുന്നുണ്ട്. തൽക്കാലം പ്രശ്നമില്ലെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ ഒരു ഗ്രേയിങ് നേഷനായി രാജ്യം മാറും. അതോടെ മനുഷ്യവിഭവശേഷിയിൽ കുറവുണ്ടാകും, കൂടുതൽ പെൻഷൻ ആനുകൂല്യങ്ങളും മറ്റും നൽകേണ്ടി വരും എന്നുള്ളതൊക്കെ. അതായത് ജനസംഖ്യ താഴുന്നത് രാജ്യത്തിന് എങ്ങനെ ബാധ്യതയായി തീരുമെന്നുള്ളതാണ്. മുമ്പ് ജനസംഖ്യ ഉയരുന്നതായിരുന്നു രാജ്യത്തിൻ്റെ ബാധ്യത എന്ന തരത്തിൽ നമ്മൾ മുമ്പ് കേട്ടതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദേശാഭിമാനി പറയുന്ന അടുക്കളയ്ക്ക് തീയിട്ടു എന്നാണ്. കുടുംബ ബജറ്റ് താളം തെറ്റും. 4 മാസത്തിനിടെ 89 രൂപ കൂട്ടിയ കാര്യം 12 വർഷത്തിനിടെ കൂട്ടിയത് 530 രൂപയാണ് എന്ന് പറയുന്നു പാചകവാതക സിലിണ്ടറിന്. ജനദ്രോഹ നടപടി പിൻവലിക്കണമെന്ന് പിണറായി വിജയൻ്റെ പ്രസ്താവന അതിനൊപ്പം ചേർത്ത് കൊടുത്തിരിക്കുന്നു. ചിരിയുറങ്ങാത്ത ഓർമ്മ എന്നാണ് അതിനൊപ്പം തന്നെ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന സലിംകുമാറിൻ്റെ വിയോഗ വാർത്തയെക്കുറിച്ച് ഉള്ള വാർത്ത. ഗത്യന്തരമില്ലാതെ രാജി, അളിയൻ ഔട്ട്. മന്ത്രി സണ്ണി ജോസഫിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് ബെന്നി തോമസിൻ്റെ രാജി. അതിനൊപ്പം ഒരു കാർട്ടൂണുമുണ്ട്, ക്ലീൻ ബൗൾഡ് ആകുന്ന പിറകിൽ കീപ്പറായി നിൽക്കുന്ന സണ്ണി ജോസഫിനെയാണ് കാർട്ടൂണിൽ കാണിച്ചിരിക്കുന്നത്. ബന്ധു നിയമനത്തിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഗത്യന്തരമില്ലാതെ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് സഹോദരി ഭർത്താവ് ബെന്നി തോമസ് രാജിവെച്ചു എന്നുള്ള വാർത്തയാണ്. ഉള്ളിൽ നിറയെ പതിവ് പോലെ മറ്റെല്ലാ പത്രങ്ങളെയും പോലെ സലിംകുമാറാണ് ചിലി നിരക്കില്ല ഇനി ഓർമ്മകളുടെ വെള്ളിത്തിരയിൽ. അഭിനയത്തിൽ ഭീകരനാണ് അവൻ, കൊടുൻ ഭീകരൻ എന്നൊക്കെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ ഓർമ്മകളുമൊക്കെ ദേശാഭിമാനി അതോടൊപ്പം ചേർത്ത് വയ്ക്കുന്നുണ്ട്. ദേശാഭിമാനിയുടെ പിൻപേജിൽ ഒരുങ്ങിയ ആവേശത്തിരയിലേക്ക് എന്ന് പറഞ്ഞ് ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി ലോകമാകെ തയ്യാറെടുക്കുന്ന വാർത്ത പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. എല്ലാ പത്രത്തിലുമുണ്ട്, എല്ലാം സെറ്റെന്നാണ് മനോരമ അടിച്ചിരിക്കുന്നത്. അർജൻറ്റീനയ്ക്കായി മെസ്സി ഇറങ്ങിയില്ല. അതായത് ഈ സന്നാഹ മത്സരങ്ങളുടെ കാര്യമാണ്. ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി ടീമുകൾക്ക് ജയം. ലോകകപ്പിലേക്കുള്ള അവസാന ഒരുക്കം പൂർത്തിയായി, എല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്നുകൂടി ഉറപ്പുവരുത്താനുള്ള മാതൃകാ പരീക്ഷകളാണ് ടീമുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ലോകകപ്പ് ആവേശത്തിലേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ് ദേശാഭിമാനി. മാധ്യമം ഒന്നാം പേജിൽ എങ്ങനെ ജീവിക്കും എന്ന് ചോദിക്കുന്നു പ്രധാന വാർത്തയായി. ജനത്തെ പിഴിയുകയാണ് എണ്ണ കമ്പനികൾ. 3 മാസത്തിനിടെ 89 രൂപ കൂടിയ കാര്യം ഹൈലൈറ്റ് ചെയ്ത് മാധ്യമവും ആ വാർത്തയ്ക്കൊപ്പം നൽകിയിരിക്കുന്നു. തീപിടിച്ച ഒരു സിലിണ്ടർ ആകാശത്തേക്ക് കുതിച്ചുയരുന്ന ഒരു കാർട്ടൂണും അതിനോടൊപ്പം ചേർത്ത് വച്ചിട്ടുണ്ട് മാധ്യമം. ചിരിശേഷിപ്പ് എന്നാണ് സലിംകുമാറിൻ്റെ വിയോഗ വാർത്തയെ കാണിച്ചിരിക്കുന്നത്, വിശേഷിപ്പിച്ചിരിക്കുന്നത്. സലിംകുമാറിൻ്റെ ഭാര്യ സുനിത അന്ത്യചുംബനം നൽകുന്ന ചിത്രമാണ് ആ വാർത്തയ്ക്കൊപ്പം നൽകിയിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ ഭിന്നത രൂക്ഷമെന്നുള്ളതും മാധ്യമം ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. 23 പാർട്ടികൾ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. DMK പങ്കെടുക്കുന്നില്ല, CPIM പങ്കെടുക്കുന്നില്ല എന്നതൊക്കെ പങ്കെടുക്കുന്നുണ്ട്. CPIM ജനറൽ സെക്രട്ടറിക്ക് പകരം പ്രതിനിധിയെ ബ്രിട്ടാസിനെയാണ് അയക്കുന്നത്. കോൺഗ്രസുമായുള്ള സഖ്യകക്ഷികൾക്കിടെ ഭിന്നതയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തൃണമൂൽ കോൺഗ്രസിലെ ആഭ്യന്തര പ്രക്ഷോഭം രൂക്ഷമായിരിക്കെ ഇന്ത്യ മുന്നണി യോഗം തിങ്കളാഴ്ച ഡൽഹിയിൽ ചേരും. തമിഴ്നാട്ടിൽ സഖ്യം ഉപേക്ഷിച്ച സാഹചര്യത്തെക്കുറിച്ച് പറയുന്നു, കേരളത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭിന്നത രൂക്ഷം. അതേസമയം 23 പാർട്ടികൾ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞതും മാധ്യമം അതോടൊപ്പം ചേർത്ത് വച്ചിരിക്കുന്നു. കേരള കൗമുദിയിൽ ഒന്നാമത്തെ വാർത്ത സലിംകുമാർ തന്നെയാണ്. നിത്യതയിൽ ഈ നിറച്ചിരി എന്നാണ് തലക്കെട്ട്. സലിംകുമാർ തന്നെ സ്വന്തം കഥാപാത്രങ്ങളെ കയ്യിൽ ചേർത്ത് വെച്ച് നിർത്തിയിരിക്കുന്ന ഒരു കാരിക്കേച്ചർ കാർട്ടൂൺ ചിത്രവും അതിനൊപ്പമുണ്ട്. ഔദ്യോഗിക ബഹുമതികളോടെ സലിംകുമാറിൻ്റെ ശവസംസ്കാരം ഇന്നലെ നടന്നത്. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് തുടങ്ങി കേരള കൗമുദി എന്ന തലക്കെട്ടിലേക്ക് പത്രത്തിൻ്റെ പേരിലേക്ക് ബ്ലീഡ് ചെയ്തിരിക്കുന്ന കാരിക്കേച്ചർ ചിത്രങ്ങളുമായി കേരള കൗമുദി സലിംകുമാറിന് അർഹമായ യാത്രയയപ്പ് നൽകുന്നു. കേരള കൗമുദിയുടെ 4ാമത്തെ പേജിൽ പുതിയുഗ കേരളത്തിന് സമുദ്ര സമ്പദ് വ്യവസ്ഥ VD സതീശൻ എഴുതിയ ലേഖനമാണ്. 2 കാര്യങ്ങളുടെ പ്രത്യേകത. VD സതീശൻ എഴുതിയ ഒരു ലേഖനവും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എഴുതിയ ഒരു ലേഖനവും അപ്പുറത്തും ഇപ്പുറത്തും ചേർത്ത് വെച്ചിരിക്കുന്നു 4ാം പേജിൽ കേരള കൗമുദി. ഇന്ന് ലോക സമുദ്ര ദിനമാണ്. പുതിയുഗത്തിലേക്ക് കേരളത്തെ നയിക്കാൻ UDF സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് സമുദ്രവുമായി ബന്ധപ്പെട്ടത്. അതുകൊണ്ട് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായൊരു ദിവസമാണിത്. ഭാവിയിലേക്കുള്ള നിക്ഷേപമാണ് ഈ സമുദ്ര സമ്പദ് വ്യവസ്ഥ എന്ന് VD സതീശൻ്റെ ലേഖനം. തൊട്ടിപ്പുറത്ത് വൈറ്റ് പേപ്പർ അല്ല, കേന്ദ്രത്തെ വെളുപ്പിക്കുന്ന വൈറ്റ് വാഷ് എന്ന് പിണറായി വിജയൻ എഴുതിയ ലേഖനം. 2 പേർക്കും 4 കോളം ഇത് നൽകിയിരിക്കുന്നു. സ്വകാര്യവൽക്കരണ അജണ്ടയാണിതെന്ന് പിണറായി വിജയൻ പറയുന്നു. കേരളത്തിൻ്റെ ഇന്നത്തെ പരിമിത ധനകാര്യസ്ഥിതിക്ക് കാരണക്കാരായ കേന്ദ്ര നയങ്ങളെ വൈറ്റ് വാഷ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, സംസ്ഥാനത്തെ കൂടുതൽ അപകടങ്ങളിലേക്ക് തള്ളിവിടുന്ന ചികിത്സാ വിധികളാണ് വിദഗ്ധരുടെ കുറിപ്പടികളിലുള്ളത്, അതായത് വൈറ്റ് പേപ്പറിലുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇവർ നിർദ്ദേശിക്കുന്ന മറുമരുന്ന് പരിപൂർണമായ സ്വകാര്യവൽക്കരണ അജണ്ടയാണ് എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന്
ഓർമ്മിപ്പിക്കുന്നു അല്ലെങ്കിൽ വിമർശിക്കുന്നു പിണറായി വിജയൻ. വീക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ മനസ്സിൽ ഇനി ചിരിപ്രതിഷ്ഠയെന്നും ചിരപ്രതിഷ്ഠയെന്നും രണ്ട് തരത്തിൽ വായിക്കാവുന്ന മനോഹരമായൊരു തലക്കെട്ടാണ് വീക്ഷണം സലിംകുമാറിൻ്റെ വിയോഗ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് പതാക പുതച്ചാണ് മടങ്ങിയത് എന്നുള്ളത് പ്രത്യേകമായി വീക്ഷണം നൽകുന്നു. ലാഫിംഗ് വില്ല നൊമ്പരക്കടലായി ഹൃദയപുഷ്പങ്ങൾ സമർപ്പിക്കുന്നു മൃതശരീരത്തിൽ. വി.ഡി. സതീശൻ ആ ചിത്രവും വീക്ഷണം മുൻപേജിൽ തന്നെ നൽകിയിരിക്കുന്നു. ഇന്ത്യ ഐക്യം ശക്തമെന്ന് പറയുന്നു. ഒപ്പം വീക്ഷണം സഖ്യയോഗത്തിൽ 23 പാർട്ടികൾ പങ്കെടുക്കും. പ്രതിപക്ഷ ഐക്യം തുടരുമെന്ന് കോൺഗ്രസ്. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി യോഗത്തിൽ 23 രാഷ്ട്രീയ കക്ഷികൾ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12 ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് ഓഫ് ഇന്ത്യയിൽ നടക്കുന്ന യോഗത്തിൽ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കൾ പങ്കെടുക്കും. അതിൽ ഈ വിട്ടുനിൽക്കുന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ആ വാർത്ത. ഇരകളെയും കൊള്ളയടിച്ചു. വയനാട് ഫണ്ടിൽ നിന്നും പിണറായി വിജയൻ സർക്കാരിൻ്റെ തട്ടിപ്പ്. മറ്റൊരു വാർത്ത മുൻപേജിൽ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPM കൈവിടും, വല്യേട്ടൻ വഴങ്ങില്ല എന്ന് മറ്റൊരു വാർത്ത. ഗൺമാന്മാരുടെ മർദ്ദനം MR അജിത് കുമാറിന് കുരുക്കുമുറുകുന്നു, അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ എന്ന് മറ്റൊരു വാർത്ത വീക്ഷണത്തിൽ മുൻപേജിൽ. പക്ഷേ ഈ പാചകവാതക വില വർധനവ് മുൻപേജിലെങ്ങും വീക്ഷണത്തിൽ കാണുന്നില്ല. എല്ലാ പത്രങ്ങളുടെയും മറ്റ് മലയാള പത്രങ്ങളുടെയും ഒക്കെ മുൻപേജിൽ ആ വാർത്ത പ്രാധാന്യത്തോടെ ഉണ്ട്. വീക്ഷണത്തിൽ ഉള്ളിൽ തിരഞ്ഞാലേ ആ വാർത്ത കാണാൻ പറ്റൂ. ജന്മഭൂമിയിലേക്ക് വന്നാൽ സംസ്ഥാനം പകർച്ചവ്യാധി ഭീതിയിലാണെന്നാണ് പ്രധാന വാർത്ത. മറ്റു പത്രങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രധാന വാർത്ത. പകർച്ചവ്യാധി പടരുന്നുണ്ട്, പക്ഷേ അത് ഒന്നാമത്തെ വാർത്തയായി കുറച്ചൊരു എക്സാഗ്രേറ്റഡ് എന്ന് സൂചിപ്പിക്കാവുന്ന രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. ഷിഗല്ലയും അമീബിക് മസ്തിഷ്ക ജ്വരവും പടരുന്നു. കോഴിക്കോട്ടെ ഷിഗല്ല മരണം ഉറവിടം കണ്ടെത്താനായില്ല. ഭീതിയിൽ എന്നുള്ള ഫോണ്ട് വളരെ വലുതായി നൽകിയിരിക്കുന്നു. സലിംകുമാർ നായരുടെ അന്ത്യാഞ്ജലി അതിനൊപ്പമുണ്ട്. മാസപ്പടി കേസ് രേഖകൾക്കായി ED PMLA കോടതിയെ സമീപിച്ച് ഇന്നലത്തെ വാർത്ത പ്രാധാന്യത്തോടെ ജന്മഭൂമി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. മംഗളത്തിൽ സലാം സലിം എന്നാണ് കൊടുത്തിരിക്കുന്നത്. മലയാളിയുടെ ലാഫിംഗ് വില്ലയിൽ ഇനി സലിംകുമാർ കണ്ണീരോർമ്മ. എല്ലാ പത്രത്തിൻ്റെയും മുഖലേഖനം ഇന്ന് സലിംകുമാറാണ് കേട്ടോ, ഒന്നൊഴിയാതെ എല്ലാത്തിൻ്റെയും. വീണയ്ക്കെതിരെ 134 രേഖകൾ വേണം. തൊട്ടു മുമ്പ് ജന്മഭൂമിയിൽ മുൻപേജിൽ തന്നെയുള്ള വാർത്ത. ED ഡയറക്ടർ കേസ് നേരിട്ട് വിലയിരുത്തി. മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ തെളിവ് തേടി ED കോടതിയെ സമീപിച്ചത്. അത് SFIO കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. PMLA കോടതിയെ സമീപിച്ചു. അതിന് കോടതി വിട്ടു നൽകുമോ എന്നുള്ളതായിരിക്കും അടുത്ത വാർത്ത. സ്വാഭാവികമായും വിട്ടു നൽകാൻ തന്നെയാണ് സാധ്യതയെന്ന് കരുതാം. LPG വില വീണ്ടും കൂടിയത് മംഗളത്തിലും മുൻപേജിലുണ്ട്. ബെന്നി അളിയൻ രാജിവെച്ചു, സണ്ണി അളിയൻ ആശ്വാസം എന്ന തമാശ തലക്കെട്ടിട്ടാണ് ഈ സണ്ണി ജോസഫിൻ്റെയും ഒപ്പം സഹോദരി ഭർത്താവായ ബെന്നി തോമസിൻ്റെ രാജി വാർത്തയെ മംഗളം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചന്ദ്രിക ഇനി ചിരിയോർമ്മയിൽ. സലിംകുമാറിന് യാത്രാമൊഴിയാണ് ഒന്നാമത്തെ തലക്കെട്ട്. സ്വാഭാവികമായും വയനാട് ഫണ്ട് വകമാറ്റി എന്ന വീക്ഷണത്തിന് മുൻപേജിലുള്ള വാർത്ത ഇതിലും ഉണ്ട്, ചന്ദ്രികയിലും മുൻപേജിൽ തന്നെയുണ്ട്. അതായത് വയനാട് ദുരന്തബാധിതർക്കുള്ള ഫണ്ട് പിണറായി സർക്കാർ വകമാറ്റി. ദുരന്ത നിവാരണ വകുപ്പിൻ്റെ ഫണ്ടിൽ നിന്നും സെക്രട്ടേറിയറ്റിലെ ഓഫീസിലേക്ക് ലാപ്ടോപ്പുകളും ഫോട്ടോസ്റ്റാറ്റ് മെഷീനും വാങ്ങാനാണ് വകമാറ്റിയത്. ദുരന്ത നിവാരണ വകുപ്പിൻ്റെ മുൻകരുതൽ ശേഷി വികസന ഫണ്ടിൽ നിന്ന് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ചാണ് ഓഫീസ് ഉപകരണങ്ങൾ വാങ്ങിയത് എന്ന് ചന്ദ്രിക പറയുന്നു. LPG വില കൂട്ടിയത് ചന്ദ്രികയിലും മുൻപേജിലുണ്ട്. അത് മുൻപേജിൽ കാണാത്തത് നേരത്തെ പറഞ്ഞ പോലെ വീക്ഷണത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ജന്മഭൂമിയിലും. സുപ്രഭാതത്തിൻ്റെ ഒന്നാമത്തെ വാർത്ത LPG വാർത്ത തന്നെയാണ്. കൊള്ള തുടരുന്നു. ഗാർഹിക സിലിണ്ടർ വില കൂട്ടി. 3 മാസത്തിനുള്ളിൽ 89 രൂപ കൂട്ടി. ന്യായീകരിച്ച് കേന്ദ്രം വില ഇപ്പോഴും കുറവെന്നാണ് കേന്ദ്രം പറയുന്നത് എന്ന് പറയുന്നു. നിരക്കിലെ ഇടിവ് ചരിത്രത്തിലാദ്യം എന്ന് പറഞ്ഞ് സുപ്രഭാതം ആ വാർത്തയും മുൻപേജിൽ വെച്ചിട്ടുണ്ട്. ജനസംഖ്യാ മാറ്റം സാമൂഹിക ഘടനയെ ദീർഘകാല അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്നും സുപ്രഭാതം അതിനൊപ്പം നൽകുന്നു. ജനയുഗത്തിൽ തീപിടിച്ചടുക്കള ബജറ്റ് എന്നാണ് മുൻ പേജ് വാർത്ത. ഒന്നാം വാർത്ത. സലിംകുമാർ ഓർമ്മയായി. ബന്ധു നിയമനത്തിലെ രാജി. ഇതൊക്കെ ജനയുഗവും മുൻപേജിൽ പ്രധാന വാർത്തയായി നൽകുന്നു. തിരികെ തരാൻ നന്ദി മാത്രമേയുള്ളൂ എന്ന് സലിംകുമാറിനോട് നന്ദി പ്രകാശം നടത്തുന്നു ദീപിക മുൻപേജിൽ. സലിംകുമാറിന് വിട നൽകിയ കേരളത്തെ ഒരു നന്ദി പ്രകാശമായിട്ടാണ് ദീപിക വ്യത്യസ്തമായി അവതരിപ്പിക്കുന്നത്. ഒപ്പം ദീപികയുടെ മുൻപേജിൽ കേരളത്തിൻ്റെ ബജറ്റ് വരാൻ പോവുകയാണ്. കന്നി ബജറ്റിലെ താരം ജോബ് വാച്ച് ടവറാണെന്ന് അവർക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ഒന്നാമത്തെ വാർത്തയായി തന്നെ നൽകുന്നു. തൊഴിൽ, സാമൂഹിക സുരക്ഷ, ആരോഗ്യ മേഖലകൾക്ക് ബജറ്റിൽ മുൻതൂക്കമുണ്ടാവും. അതായത് ഈ മാസം 19 അവതരിപ്പിക്കുന്ന VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ കാലത്തിന് അനുയോജ്യമായി അന്താരാഷ്ട്ര തൊഴിൽ മേഖല കണ്ടെത്തുന്നതിനുള്ള ജോബ് വാച്ച് ടവർ പ്രഖ്യാപനമുണ്ടാകുമെന്ന് സൂചന. ലോകരാജ്യങ്ങളിലെ തൊഴിൽ മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് അതിനനുസരിച്ച് കേരളത്തിലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലും പരിശീലനത്തിലും മാറ്റങ്ങൾ വരുത്താനുള്ള പദ്ധതിയാണ് ഈ ജോബ് വാച്ച് ടവർ എന്ന് പറയുന്നു. അങ്ങനെ ഒരു സുപ്രധാന പ്രഖ്യാപനം ബജറ്റിലുണ്ടാവുമെന്ന് ദീപിക നേരത്തെ തന്നെ അവർക്ക് ചോർന്നു കിട്ടിയ ആ വാർത്ത പ്രവചിക്കുന്നു. ഹർഷൻ.